BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 10 മാനുകൾ ചത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. 10 മാനുകൾ ചത്തു. തെരുവ് നായയുടെ ആക്രമണത്തിലാണ് മാനുകൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം സുരക്ഷാ ഓഡിറ്റിംഗ് പോലും നടത്താതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തിയ ഉദ്ഘാടനം മാമാങ്കമാണ് പുത്തൂരിലേതെന്ന് കോൺഗ്രസ് നേതാവ് ഷാജി കൊടങ്കണ്ടത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക്, രാജ്യത്തെ ആദ്യ ഡിസൈനർ സൂ എന്നീ നേട്ടങ്ങളോടെയാണ് സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നാടിന് സമർപ്പിച്ചത്. കിഫ്ബി അനുവദിച്ച 331 കോടി രൂപയും പ്ലാൻ ഫണ്ടിലെ 40 കോടി രൂപയും ചേർത്ത് 371 കോടിയോളം രൂപയാണ് പാർക്ക് നിർമ്മാണത്തിനായി ചിലവഴിച്ചത്. തിരുവനന്തപുരത്ത് തെരുവ് നായ ആക്രമണം. മ്യൂസിയം വളപ്പിൽ പ്രഭാത നടത്തത്തിനെത്തിയ 5 പേർക്ക് കടിയേറ്റു. മ്യൂസിയം വളപ്പിലെ നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുമെന്ന് മ്യൂസിയം വെറ്റിനറി ഡോക്ടർ നികേഷ് കിരൺ. വൈകിട്ടും രാത്രികാലങ്ങളിലും പ്രദേശത്ത് പട്ടികളുടെ രൂക്ഷമായ ശല്യം ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും ആളുകൾ പറയുന്നു. നായ ആളുകളെയും മ്യൂസിയം വളപ്പിലുള്ള 1-2 നായ്ക്കളെയും കടിച്ചതായി സന്ദർശകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും നികേഷ് കിരൺ പറഞ്ഞു. നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്ന് പരിശോധിക്കും. കടികിട്ടിയ എല്ലാ നായ്ക്കളെയും വാക്സിനേറ്റ് ചെയ്യും. വിഷയത്തിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം, അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പ്രഭാത സവാരിക്കെത്തിയ 5 പേരെ നായ കടിക്കുകയായിരുന്നു. പുറത്തുനിന്നെത്തിയ നായയാണ് ആക്രമിച്ചത് എന്നാണ് മ്യൂസിയം ജീവനക്കാരും പറയുന്നത്. പ്രഭാത സവാരിക്കെത്തിയ ആളുകളെ മാത്രമല്ല, മ്യൂസിയം പരിസരത്തുണ്ടായിരുന്ന നായ്ക്കളെയും ഇത് ആക്രമിച്ചു. കടിച്ച നായ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്നതായി ആക്രമിക്കപ്പെട്ടവർ പറയുന്നു. സ്മാർട്ടാകാൻ അങ്കമാലി നഗരസഭ. CCTV ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്കമാലി നഗരസഭ സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ CCTV ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്കമാലി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപം തടയുക, റോഡപകടങ്ങൾ കുറയ്ക്കുക, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നിവ ലക്ഷ്യമാക്കി CCTV ക്യാമറ നിരീക്ഷണ പദ്ധതി ആരംഭിച്ചു. ഏകദേശം 50 ലക്ഷം രൂപ ചിലവിൽ നടപ്പാക്കിയ ഈ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം കവരപ്പറമ്പ് കോൺവെന്റ് ജംഗ്ഷനിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷിയോ പോൾ നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പോൾ ജോവർ, ലക്സി ജോയ്, കൌൺസിലർമാരായ റീത്ത പോൾ, ലില്ലി ജോയ്, സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടാൻ, ക്ലീൻ സിറ്റി മാനേജർ അനിൽ ആർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബൈജു, രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകളുടെ തത്സമയ ദൃശ്യങ്ങളും ബാക്കപ്പ് ദൃശ്യങ്ങളും നഗരസഭാ ഓഫീസിലും അങ്കമാലി പോലീസ് സ്റ്റേഷനിലും നിരീക്ഷിക്കാവുന്ന വിധത്തിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പൊതുസുരക്ഷയും നഗര ശുചിത്വവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളും പൊതുപ്രദേശങ്ങളും ഉൾപ്പെടുത്തി ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കൂടാതെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള അളവിലുള്ള ബാഗ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. എന്താണ് ഗ്ലോബ് ട്രോട്ടർ? രാജമൌലി മഹേഷ് ബാബു ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്ത്. ബ്രഹ്മാണ്ഡ സംവിധായകൻ SS രാജമൌലി മഹേഷ് ബാബുവിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന SSMB എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തു. MM കീരവാണി സംഗീത സംവിധാനം നിർവഹിച്ച ഗ്ലോബ് ട്രോട്ടർ എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രുതി ഹാസനാണ്. ലിറിക്കൽ ഗാനമായി റിലീസ് ചെയ്ത് ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൂര്യാസ്തമയത്തിന് മുൻപിൽ നിൽക്കുന്ന മഹേഷ് ബാബുവിന്റെ ചിത്രമാണ്. ലോകം ചുറ്റി സഞ്ചരിക്കുന്നവൻ എന്നാണ് ഗ്ലോബ് ട്രോട്ടർ എന്ന പേരിന്റെ അർത്ഥം. ഇതേ പേരിൽ നവംബർ 15-ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തുന്ന പ്രത്യേക ഇവന്റിന്റെ പ്രഖ്യാപനവും വീഡിയോ ഗാനത്തിന്റെ അവസാനമുണ്ട്. പൃഥ്വിരാജ് സുകുമാരനാണ് ചിത്രത്തിൽ മഹേഷ് ബാബുവിന്റെ വില്ലനായെത്തുന്നത്. ചലനശേഷിയില്ലാത്ത സൂപ്പർ വില്ലനായ കുംഭ് ആയുള്ള പൃഥ്വിരാജിന്റെ പോസ്റ്ററിന് സമ്മിശ്ര പ്രതികരണമാണ് ആരാധകരിൽ നിന്നും ലഭിച്ചത്. മഹേഷ് ബാബുവിനെയും പൃഥ്വിരാജിനെയും കൂടാതെ ദീപിക പദുക്കോണിനെയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ടി സീരീസിന്റെ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്ത ഗാനം ഇതിനകം 30 ലക്ഷത്തോളം ആളുകൾ കണ്ടുകഴിഞ്ഞു. ആഗോളതലത്തിൽ വമ്പൻ വിജയം നേടിയ RRR എന്ന ചിത്രത്തിന് ശേഷം രാജമൌലി ഒരുക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം എന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ചിത്രത്തെ ആരാധകർ നോക്കിക്കാണുന്നത്.
സഞ്ജുവിന് പിറന്നാൾ സന്ദേശവുമായി ചെന്നൈ സൂപ്പർ കിങ്സ്. വരുന്ന സീസണിൽ സഞ്ജു കളിക്കുക ചെന്നൈയിലെന്ന് സൂചന. രാജസ്ഥാൻ റോയൽസ് മുൻ ക്യാപ്റ്റന് പിറന്നാൾ ആശംസകൾ പോസ്റ്റ് ചെയ്ത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നവംബർ 11-നാണ് സഞ്ജുവിന് 31 വയസ്സ് തികഞ്ഞത്. ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയയിൽ സഞ്ജു സാംസണിന് ഹൃദയസ്പർശിയായ കുറിപ്പാണ് നൽകിയത്. നിങ്ങൾക്ക് കൂടുതൽ ശക്തി സഞ്ജു, നിങ്ങൾക്ക് ഒരു സൂപ്പർ ജന്മദിനം ആശംസിക്കുന്നു, CSK കുറിപ്പിൽ വ്യക്തമാക്കി. 2026 IPL മലയാളിയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ചെന്നൈ ആസ്ഥാനമായുള്ള ഫ്രാഞ്ചൈസിയിലേക്ക് മാറുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഊഹാപോഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് CSKയുടെ സന്ദേശമെന്നതും ശ്രദ്ധേയമാണ്. CSKയുടെ താരം ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ടിന്റെ സാം കറനും എക്സ്ചേഞ്ചിന്റെ ഭാഗമായി രാജസ്ഥാൻ റോയൽസിലേക്ക് മാറും എന്നാണ് പ്രതീക്ഷ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഡൽഹി സ്ഫോടന കേസ് അന്വേഷണത്തിന് 500 അംഗ സംഘത്തെ നിയോഗിച്ച് ഡൽഹി പോലീസ്. ഡൽഹി സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ വൻ സംഘത്തെ നിയോഗിച്ച് ഡൽഹി പോലീസ്. 500 അംഗ സംഘമാണ് അന്വേഷിക്കുക. അതേസമയം ലഖ്നൌവിൽ UP പോലീസുമായി ചേർന്ന് ജമ്മു കാശ്മീർ പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ്, പിടിയിലായ ഡോക്ടർ മുസമ്മിൽ എന്നിവർ ജോലി ചെയ്ത ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ ഡൽഹി പോലീസ് പരിശോധന നടത്തുകയാണ്. അതിനിടെ ഡൽഹി സ്ഫോടന കേസിൽ ഗൂഢാലോചന നടത്തിയവർക്ക് തക്കതായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉത്തരവാദികളെ വെറുതെ വിടില്ല, ഗൂഢാലോചന നടത്തിയവരെയും കണ്ടെത്തും. ഡൽഹി സ്ഫോടനത്തിന്റെ ഇരകളായ കുടുംബങ്ങളുടെ വേദന തനിക്ക് മനസ്സിലാകും. രാജ്യം മുഴുവൻ അവരോടൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കടുത്ത ഹൃദയവേദനയോടെയാണ് ഭൂട്ടാനിലെത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാ ഏജൻസികളുമായും ഇന്നലെ രാത്രി മുഴുവൻ ബന്ധപ്പെട്ടിരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു. കാരണക്കാരായവർ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. മനോഹർ പരീഖർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് സംഘടിപ്പിച്ച ഡൽഹി ഡിഫൻസ് ഡയലോഗിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ വൈകിട്ടുണ്ടായ സ്ഫോടനത്തിൽ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 6 മൃതദേഹം തിരിച്ചറിഞ്ഞു. അന്വേഷണം NIAക്ക് കൈമാറിയേക്കും. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണ്. നിഠാരി കൊലപാതക പരമ്പര അവസാന കേസിലെ പ്രതിയെ സുപ്രീം കോടതി വെറുതെ വിട്ടു. കുപ്രസിദ്ധമായ നിഠാരി കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതിയായ സുരേന്ദ്ര കോലിയെ സുപ്രീംകോടതി വെറുതെ വിട്ടു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കോലിയുടെ തിരുത്തൽ ഹർജി പരിഗണിച്ചത്. കോലിക്കെതിരായ 13ാമത്തെ കൊലപാതക കേസിലാണ് കോടതി ഇയാളെ വെറുതെ വിട്ടത്. മറ്റ് കേസുകളിലെല്ലാം നേരത്തെ തന്നെ കോലിയെ വെറുതെ വിടുകയോ ശിക്ഷയിൽ ഇളവ് ലഭിക്കുകയോ ചെയ്തിരുന്നു. ഇതോടെ കോലി ഉടൻ ജയിൽ മോചിതനാകും. വെറും മൊഴികളുടെയും അടുക്കളയിൽ നിന്നും കണ്ടെത്തിയ കത്തിയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് കോലിയെ അറസ്റ്റ് ചെയ്തത് എന്ന് കോടതി നിരീക്ഷിച്ചു. 2006-ൽ നോയിഡയിലെ സെക്ടർ 36-ലാണ് കുപ്രസിദ്ധമായ നിഠാരി കൊലപാതക പരമ്പര അരങ്ങേറിയത്. കേസിൽ 1-ാം പ്രതിയായിരുന്ന മണീന്ദർ സിംഗ് പന്തറിനെ തെളിവുകളുടെ അഭാവത്തിൽ നേരത്തെ വെറുതെ വിട്ടിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.